നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കയുടെ ഇറാനിലെ ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാധാരണമായ രക്ഷപ്പെടൽ അല്ല ഇത്. മലയാളം ചാനൽ വന്നിരുന്നു കൊണ്ട് പല നിരീക്ഷകർ ഇന്നലെ പോലെ പറഞ്ഞിരുന്നു, അമേരിക്കൻ സൈനികർ ഇറാനിൽ വന്നിറങ്ങിയാൽ കശാപ്പ് ചെയ്ത് കാലിയാക്കി പെട്ടിയിലാക്കി തിരിച്ചയക്കുമെന്ന് പറഞ്ഞ ഒരുപാട് നിരീക്ഷകരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ണാട എടുത്തു മാറ്റണം. അസാധാരണ സംഭവമാണിത്. ഒരു ബെഞ്ച് മാർക്ക്. ഈ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. 2019 പുൽവാമയ്ക്ക് ശേഷം അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ കരങ്ങളിൽ പെട്ട് പാകിസ്ഥാനിന്റെ രാജ്യാന്തര ദേശീയ ചാനലിൽ അദ്ദേഹത്തെ ഈ പരേഡ് നടത്തിയപ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. വേറെ ആരുമല്ല, ട്രംപ് ആയിരുന്നു വന്ന് പ്രസിഡന്റ്. ട്രംപ് ചോദിച്ചു ശ്രീമാൻ മോഡിയോട്, ക്യാ കർണേക, എന്താണ് ചെയ്യേണ്ടത്? ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു, എന്താ അറിയോ, ദുരന്തർ സിനിമയിലെ മറ്റേ വില്ലൻ പറഞ്ഞ പോലെയല്ല, മേരാ ബച്ചാ ഹേ വോ, എന്റെ മകനാണവൻ, ഉസ്കോ മെക്ക് വാപ്പസ് ചാഹിയേ, അവൻ എനിക്ക് തിരിച്ചു വേണം. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു പോറൽ പോലും ഏറ്റാൽ ഫൂക് ദേഗമേ എന്ന് പറഞ്ഞാൽ പവിട് പൊടിയാക്കും ഞാൻ. അതാണ് ശ്രീമാൻ നരേന്ദ്രമോദി. നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിയെ പറ്റി. ഒരു കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ശരിയാണ്, പല പോരായ്മകളും കാണുമായിരിക്കും. പക്ഷേ ജോ ബോലേഗ വോ കരേഗ എന്ന് പറഞ്ഞാല് കാട്ടേകത്തോ ചീടേകത്തോ കാട്ടേക എന്ന് പറയുന്ന ആ വ്യക്തി ഒരു കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക്. രണ്ടുപേരും എൻ്റെ ആരാധനാ പുരുഷന്മാരാണ്, ട്രംപും ശ്രീമാൻ നരേന്ദ്രമോദിയും. ഇപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അമേരിക്കയുടെ എക്സ്ട്രാക്ഷൻ. ഈ പറയുന്ന പൈലറ്റുമാരെ F-15 ഈഗിൾ സ്ട്രൈക്ക് എന്ന് ആ നിമിഷത്തിൽ ഇജക്ഷൻ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. അതായത് 15 സെക്കൻഡിൽക്കുള്ളിൽ ആ പറയുന്ന മിസൈൽ വന്ന് സർഫേസ് മിസൈൽ വന്ന് പതിച്ച് ഇജക്ഷൻ. F-15 ഈഗിളിലെ ഇജക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരാൾ 2 സീറ്റർ എയർക്രാഫ്റ്റ്, പൈലറ്റ് ഫ്രണ്ടില്, വെപ്പൺ സിസ്റ്റം ഓഫീസർ പുറകിൽ, ആരെങ്കിലും ഒരാൾ ഇജക്ഷൻ ബട്ടൺ അമർത്തിയാൽ ഇരു സീറ്റുകളും, മുമ്പിലെ പൈലറ്റും പുറകിലെ വെപ്പൺ ഓഫീസറും 1.2 സെക്കൻഡിൽ വ്യത്യാസം ഇജക്ട് ചെയ്യും. ഒരാൾ ഇജക്ട് ചെയ്താൽ മതി. കാരണം വേറൊന്നുമല്ല, ഒരു മൊമെന്റ് ആരെങ്കിലും ഒരാൾ ഇൻകപ്പാസിറ്റേഷൻ, അബോധാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരാൾ ചെയ്താൽ മതി. രണ്ടുപേരും ഇജക്ഷൻ വിത്തിൻ 1 സെക്കൻഡ് ഗ്യാപ്പ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇരുവരും ഒരേ സമയത്ത് പതിക്കാൻ പാടില്ല. കാരണം പതിച്ചാൽ, ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, അവനെ ക്രൂശിച്ചാൽ അവൻ പറയാൻ പാടില്ല മറ്റുള്ളവൻ എവിടെയാണ്, അവന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മണിക്കൂറിൽ 450 കിലോമീറ്ററിൽ പോകുന്ന വിമാനത്തിൽ നിന്ന് 1 സെക്കൻഡിന്റെ ഇടവേളയിൽ ഇജക്ട് ചെയ്താൽ ഏകദേശം ഒരു 19 കിലോമീറ്റർ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അറിവിൽ തെറ്റിപ്പോകാം, പതിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യ പൈലറ്റിനെ പിടികെട്ടിയപ്പോൾ രണ്ടാമത്തെ പൈലറ്റിന് വേണ്ടി അമേരിക്ക എന്താ പറഞ്ഞേ, ഞാൻ തിരികെ വരും. അമേരിക്ക ഈ പറയുന്ന പൈലറ്റിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് ഏട്ടൻ വാഡോക്ക് 2ഓളം C-130 ഗ്ലോബ് മാസ്റ്റർ അല്ല, C-130 ഒരു ടെമ്പററി താൽക്കാലിക റൺവേ ഉണ്ടാക്കി. ഒരു സുഹൃത്തിന്റെ വീഡിയോനടിയിൽ പറയുകയാണ്, അമേരിക്കയുടെ C-130 നശിപ്പിച്ചു. അമേരിക്ക ഡസൻ കെയർ അബൌട്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു വിമാനം ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യമാണ് ഈ പറയുന്ന രാജ്യം. എവിടെ പോയി 48 മണിക്കൂർ ഈ പറയുന്ന വ്യക്തി ഇറാന്റെ ഭൂമിയിൽ ഇരുന്നപ്പോൾ എവിടെയായിപ്പോയി? ദ മൊമെന്റ് ഇറാന്റെ ചാനലിൽ വന്ന് പറയുകയാണ് അവതാരക, അതായത് ഈ പറയുന്ന പൈലറ്റിന് വേണ്ടി ഇനാം പ്രഖ്യാപിച്ചു. ഒരു തുക എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര, 6 കോടി 10 കോടി. ആ മൊമെന്റിൽ ഞാൻ വിചാരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ ദേശീയ ടെലിവിഷനിൽ വന്ന് പറയുകയാണ്, പാകിസ്ഥാൻ പൈലറ്റ് കാശ്മീരിന്റെ ഏതോ ഭാഗത്ത് വീണിരിക്കുന്നു, കണ്ടുപിടിക്കുന്ന ഇന്ത്യക്കാരന് 10 കോടി എന്ന് പറഞ്ഞാൽ എന്ത് ദേശീയ സുരക്ഷയാണോ, ദേശീയ ബോധമാണോ നിങ്ങൾക്കുള്ളത്? അവിടെ പണമാണ് പ്രധാനം, അല്ലേ? ശ്രീമാൻ നരേന്ദ്രമോദി ഒന്ന് പറയുകയാണ്, നമ്മുടെ ഭൂമിയിൽ ഒരു പാകിസ്ഥാന്റെ വ്യക്തി ഒന്ന് പതിച്ചിരിക്കുന്നു, നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അതാണ് ദേശീയ ബോധം, പണമല്ല. ആ സ്പോട്ടിൽ തനിക്ക് മനസ്സിലായി ഇവർ കിട്ടാമോന്നില്ല. അമേരിക്ക മാത്രമായിരുന്നില്ല ലക്ഷ്യം, ചൈനയും റഷ്യയും ഇറാനും. ആ നിമിഷം, അതായത് മൊമെന്റിൽ ആ വ്യക്തി വീണ ഉടനെ അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ്, അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ട്രാൻസ്പോണ്ടർ ഓണാക്കി
അമേരിക്കയുമായി സംസാരിക്കുകയാണ്. സ്ക്വാഡ്രൺ ലീഡർ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നേ, തു മേര ബച്ചാ ഹേ, നീ എന്റെ മകനാണ്, തെര ബായ് ജിന്ദാ ഹേ എന്ന് പറഞ്ഞാല് നിന്റെ സഹോദരൻ ജീവനോടുണ്ട്, ഫിഗർ മത് കർ തുംകോ മേ നിക്കാൽ ദൂങ്ക. ഈ വാക്കുകളായിരിക്കാം 48 മണിക്കൂറും അദ്ദേഹത്തിന്റെ സ്ക്വാഡ്രൺ ലീഡറും ആർമി ചീഫും ട്രംപും ഓരോ നിമിഷവും പോയിന്റ് ടു പോയിന്റ് അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തത്. നിന്നെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരും. താൽക്കാലിക റൺവേ, താൽക്കാലിക റൺവേ 48 മണിക്കൂർ ഉണ്ടാക്കുക. C-130 എന്തുകൊണ്ട് നശിപ്പിച്ചു എന്ന് ചോദിച്ചാല് ആ ടേക്ക് ഓഫ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അതായത് ടേക്ക് ഓഫ് ചെയ്യാൻ ലാൻഡ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ടേക്ക് ഓഫ് ചെയ്യാനുള്ള ത്രസ്റ്റ് ഷോർട്ട് റൺവേ എന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് ഉപേക്ഷിച്ചു പോകുന്നു, തകർത്തു. അബോട്ടാബാദില് ഈ പറയുന്ന ഒസാമ ബിൻ ലാദനെ വധിക്കാൻ പോയ ആ ഒരു ബ്ലാക്ക് ഹോക്കും അവിടെ തകർന്നു വീണു. പോരാൻ നേരത്ത് അമേരിക്ക ഉഡാദിയോസ്കോ എന്ന് പറഞ്ഞാൽ കത്തിച്ചു കളഞ്ഞു. കാരണം അവിടെ ഉപേക്ഷിച്ച് പോരാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ അത് ചിലപ്പോൾ അവർ 10 കാശിന് ചൈനയ്ക്ക് വെക്കും. അതുകൊണ്ട് അതാണ് നിങ്ങൾ ഇന്നീ കാണുന്ന അവശിഷ്ടം. അമേരിക്ക എന്ത് ചെയ്തു? മറ്റേ ഗുണ്ടില്ലേ, മറ്റേ ചന്ദ്രേട്ടന്റെ ഗുണ്ടങ്ങ് പൊടിച്ചും ഇട്ടുകൊടുത്തു, പൊട്ടിക്കോട്ടെ. അമേരിക്ക ഡസൻ കെയർ അബൌട്ട് ഇറ്റ്. അമേരിക്ക അത് വർദി എന്ന് പറഞ്ഞ യൂണിഫോം, വർദി ജോ പെഹന ഹേ. ഒരു നിമിഷം അമേരിക്കയോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെയോ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവൻ സൈന്യത്തിന്റെ ഭാഗമാണ്. അവനെ നീ പൊക്കി കൊണ്ടുവരും. ഇത് ഭരിക്കുന്നത് ഡൊണാൾഡ് ജെ ട്രംപ്, ഇന്ത്യ ഭരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി. ഇവർ രണ്ടുപേരും ഭരിക്കുന്ന ഇന്ത്യയിൽ എന്ന് പറയുന്നത് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല. കാരണം ഇന്നെന്താ, ശരിയാണ്, ചില കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി പോവും. പക്ഷെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് എത്ര മനോഹരമായ ലോകത്തിന് മുഴുവൻ ബെഞ്ച് മാർക്ക് ആയിരിക്കുന്ന ഒരു എക്സ്ട്രാക്ഷൻ എന്തായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മലയാളം മാധ്യമങ്ങളിൽ ഒരുപാട് പേര് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കേഡൽമാര്, ചില നിരീക്ഷകന്മാര് വന്ന് പറയുന്നത് അമേരിക്ക വന്ന് ഇറങ്ങിയാൽ എക്സ്ട്രാക്ഷൻ ഭൂമിയിൽ ഇറങ്ങി. നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അമേരിക്ക അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന യുറേനിയം എവിടെയാണ്? അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം യുറേനിയം എവിടെയാന്ന്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 48 മണിക്കൂറിൽ ഇറാനും ചൈനയും റഷ്യയും തപ്പിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പൂ പോലെ പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ ഇവന്മാര് ചില്ലറ പുലികളല്ല. ഡെൽറ്റ സൈഡ് എക്സ്ട്രാക്ഷൻ ലോകത്തിലെ ഏറ്റവും ടെൻഷൻ പിടിച്ച പരിപാടിയാ. നിങ്ങൾക്കറിയില്ല, വളരെ റിസ്ക് ആണ് എനിമി ഭൂമിയിൽ പോയിക്കൊണ്ട്. പക്ഷേ ശത്രു രാജ്യത്ത് കടന്ന് ഓപ്പറേഷൻ നടത്താനുള്ള കഴിവ് 48 മണിക്കൂറിൽ ആ വ്യക്തിയെ പിടിച്ചു നിർത്തുക. അദ്ദേഹം, ഞാൻ അറിഞ്ഞത്, മല കയറി ഉയരത്തിലേക്ക് പോയി. ഓരോ നിമിഷവും അദ്ദേഹം കോൺട്രാക്ഷൻ. ഒരാളെ നഷ്ടപ്പെടാൻ സാധിക്കില്ല, നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള വൈര്യമാണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അവിടുന്ന് ആരംഭിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അത് ഇന്ത്യ എന്നുള്ളത് കരുത്തനായ ഒരു പ്രധാനമന്ത്രിയുടെ അണ്ടറിലാണ്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ശ്രമിക്കുക നമ്മൾ.